കഥ കൂട്ടുകൃഷി. രണ്ട് കൂട്ടുകാർ ചേർന്ന് കൂട്ടകൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അണ്ണാൻ ചേട്ടനും കോഴിയമ്മയും. കോഴിയമ്മ പറഞ്ഞു, ചേന വിളഞ്ഞാൽ അടിഭാഗം എനിക്കും മുകൾ ഭാഗം നിനക്കും. അണ്ണാൻ സമ്മതിച്ചു. രണ്ടുപേരും കൂടി ചേന വിത്ത് ശേഖരിച്ചു. നിലമൊരുക്കി, കുഴിയെടുത്തു. ചാണകവും ചാരവും ചേർത്ത് വളം കുഴിയിൽ വിതറി. ചേന വിത്ത് നട്ടു. രണ്ടുപേരും കൂടി രാവിലെയും വൈകിട്ടും ചേനയ്ക്ക് വെള്ളം കോരി. ചേന വളർന്നു, ചേന വിളഞ്ഞു. രണ്ടുപേരും തോട്ടത്തിൽ വന്നു. കരാർ അനുസരിച്ച് മുകൾ ഭാഗം അണ്ണാൻ എടുത്തുകൊള്ളാൻ കോഴിയമ്മ പറഞ്ഞു. അണ്ണാൻ മുകൾ ഭാഗം എടുത്തു. കോഴിയമ്മ താഴെ ഭാഗം എടുത്തു. അണ്ണാന് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടെന്ന്. അണ്ണാൻ പറഞ്ഞു, അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ താഴെ ഭാഗം എനിക്ക്, മുകൾ ഭാഗം കോഴിയമ്മയ്ക്ക്. കോഴിയമ്മ സമ്മതിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോഴിയമ്മ പറഞ്ഞു, നമുക്ക് വാഴക്കൃഷി ചെയ്യാം. അണ്ണാൻ സമ്മതിച്ചു. രണ്ടുപേരും ചേർന്ന് വാഴവിത്ത് ശേഖരിച്ചു. നിലമൊരുക്കി, കുഴിയെടുത്തു. ചാരവും ചാണകവും ചേർത്ത വളം കുഴിയിലിട്ടു. വാഴവിത്ത് നട്ടു. രണ്ടുപേരും ചേർന്ന് രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ചു. വാഴ വളർന്നു, കുല വന്നു, കുല വിളഞ്ഞു. കോഴിയമ്മ വന്ന് കുല വെട്ടിക്കൊണ്ടുപോയി. അണ്ണാൻ വന്നപ്പോൾ വാഴയുടെ ബാക്കി ഭാഗം നിൽപ്പുണ്ട്. അണ്ണാന് മനസ്സിലായി രണ്ടാമതും താൻ വഞ്ചിക്കപ്പെട്ടെന്ന്. വളരെ സങ്കടത്തോടുകൂടി തൻ്റെ കൂട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അണ്ണാൻ. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അറിവുള്ളവന് മാത്രമേ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയൂ.